നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ആരുള്ള കലത്തപ്പമാണ്. അപ്പോൾ ഈ കലത്തപ്പം ഉണ്ടാക്കുന്നതിന് നമ്മൾ ചോറൊന്നും ചേർക്കുന്നില്ല, അതേപോലെ തന്നെ അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഈ കലത്തപ്പം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് കലത്തപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നല്ല നൈസായിട്ടുള്ള പൊടി വേണം ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇടിയപ്പം പൊടി നമ്മൾ പാക്കായിട്ട് വാങ്ങാൻ കിട്ടുമല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മുടെ വീട്ടിൽ പച്ചരി പൊടിച്ചിട്ട് എടുക്കുന്ന അരിപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകി ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഒരുപാട് കൂടി പോകണ്ട കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ചോറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ ഒരു 2 നുള്ള് ജീരകമാണ്, അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ജീരകം ചേർത്ത് കൊടുക്കുന്നത്. ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്താൽ മതിയാകും. അതേപോലെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.25 കപ്പ് വെള്ളമാണ് ഇതിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നല്ല പോലെ നമ്മൾ അരച്ച് കൊണ്ടുവരണം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഒട്ടും കട്ടകളില്ലാതെ തന്നെ നമ്മുടെ ബാറ്റർ നല്ലപോലെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര പാനിയാക്കി എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കലത്തപ്പത്തിന് വേണ്ടിയിട്ട് 6 ക്യൂബ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു വെള്ള ശർക്കരയും ബാക്കി ഡാർക്ക് കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡാർക്കായിട്ട് വേണമെങ്കിൽ കറുത്ത ശർക്കര മാത്രം എടുത്താൽ മതിയാകും. അതേപോലെ തന്നെ അത് ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ശർക്കരയുടെ അളവിൽ മാറ്റം വരുത്താം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ മെൽറ്റാക്കി എടുക്കണം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മുടെ ശർക്കരപ്പാനി ചേർക്കുമ്പോൾ ശർക്കരപ്പാനിക്ക് നല്ല ചൂടുണ്ടാവും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നല്ലപോലെ മെൽറ്റായിട്ട് വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ ശർക്കര നല്ലപോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ അരിപ്പൊടിയുടെ മിക്സിലേക്ക് ഇത് അരിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ചൂടോടുകൂടി തന്നെ വേണം നമ്മുടെ ശർക്കരപ്പാനി നമ്മുടെ ബാറ്ററിലേക്ക്, അതായത് നമ്മുടെ അരിപ്പൊടിയുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതേപോലെ തന്നെ അരിച്ചൊഴിക്കുക, എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാനും ശ്രദ്ധിക്കുക. കാരണം നല്ല ചൂടായിട്ടാണ് നമ്മുടെ ശർക്കരപ്പാനി ഇരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ മിക്സാക്കി കൊടുത്തില്ലെങ്കിൽ ആ ചൂടിൽ ഇരുന്നിട്ട് നമ്മുടെ അരിപ്പൊടി വെന്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കലത്തപ്പം കിട്ടും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതല്ലേ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പച്ചരി വെച്ചിട്ട് എങ്ങനെയാണ് കലത്തപ്പം ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിലും പറഞ്ഞിട്ടുണ്ട് നല്ല ചൂട് വേണം നമ്മുടെ കലത്തപ്പം ഉണ്ടാക്കുമ്പോൾ, അപ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം റെഡിയാക്കി കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഒരുപാട് തിക്കും ആവാനും പാടില്ല, നമ്മുടെ ബാറ്റർ ഒരുപാട് ലൂസായിട്ട് ഇരിക്കാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കയറ് പിരിയുന്ന ആ ഒരു പരിവുണ്ടല്ലോ, അതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന വെള്ളത്തിൻ്റെ അളവ് എടുത്താൽ കറക്റ്റായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ളോളം സോഡാ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് കൂടുതലൊന്നും വേണ്ട. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അരിപ്പൊടി എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള അരിപ്പൊടി എടുക്കാനും ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കലത്തപ്പത്തിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും അതേപോലെ തന്നെ ഉള്ളിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുക്കറിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യും അതേപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ വെച്ച് മാത്രം ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ഇതേപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ ഇരുന്നെന്ന് വെച്ചാൽ കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കലത്തപ്പത്തിന്. അപ്പോൾ ഇത് ഒരു ലൈറ്റ് ഗോൾഡ് നിറാവുന്നത് വരേക്കും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു പകുതി ഫ്രൈ ചെയ്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇപ്പോൾ ദാ നമ്മുടെ തേങ്ങാക്കൊത്ത് പകുതിയോളം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വളരെ കനം കുറച്ച് അരിഞ്ഞ ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂണോളം തന്നെ ചെറിയുള്ളിയും കൂടി ഉണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയും അതേപോലെ തന്നെ തേങ്ങാക്കൊത്തും നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ലൈറ്റ് ഗോൾഡ് നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരുപാട് കരിയാൻ നിൽക്കാതെ നമുക്കിത് കോരി മാറ്റാം. ഇപ്പോൾ ഇതാ ഉള്ളിയും അതേപോലെ തന്നെ തേങ്ങാക്കൊത്തും വറുത്തത് ഞാൻ മൊത്തത്തിൽ അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ സമയത്ത്. എന്നിട്ട് ഇത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് നമ്മൾ കലത്തപ്പം നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കലത്തപ്പം ഇതിലേക്ക് കുക്കറിലേക്ക് ഒഴിക്കുമ്പോൾ കുക്കറിന് നല്ല ചൂടുണ്ടായിരിക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ കുക്കർ ചൂടായിട്ട് വരട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിക്കാം. അപ്പോൾ നല്ലപോലെ ചൂടായിട്ട് വരട്ടെ കേട്ടോ കുക്കർ. ഇപ്പോൾ ഇതാ കുക്കർ നല്ല പോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ബാറ്റർ ഒഴിക്കുമ്പോൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല പോലെ ചൂടായിട്ടിരിക്കണം നമ്മുടെ കുക്കർ. അപ്പോൾ കണ്ടില്ലേ, ഒഴിക്കുമ്പോൾ തന്നെ അറിയാം സൈഡിൽ ഇങ്ങനെ ഓരോ പൊട്ടിയൊക്കെ വരുന്നത്. അതാണ് നമ്മുടെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. എന്നാലാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നല്ല ആരുള്ള കലത്തപ്പം റെഡിയാക്കി കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്തും അതേപോലെ തന്നെ ചെറിയുള്ളി ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം. അപ്പോൾ നമ്മൾ കുക്കറിന് നല്ല ചൂടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ ശർക്കര പാനി ഒഴിക്കുന്നുണ്ടല്ലോ, അതിനും നല്ല ചൂടുണ്ടായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം. അപ്പോൾ ഞാൻ കുക്കറിന് വെയിറ്റ് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 6-7 മിനിറ്റ് നേരം മതിയാകും, വേവിച്ചെടുത്താൽ മതിയാകും. അപ്പോഴേക്കും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് മൊത്തത്തിൽ അങ്ങ് വെന്ത് കിട്ടും. അപ്പോൾ ചിലപ്പോൾ ഓരോരുത്തർ ഫ്ലെയിമിനനുസരിച്ച് ചിലപ്പോൾ സമയം വ്യത്യാസപ്പെടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇടയ്ക്കൊന്ന് ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് പരുവം മനസ്സിലാകും. അപ്പോൾ ഞാൻ എത്ര സമയം എടുത്തെന്ന് അവസാനം പറയാം കേട്ടോ. ഇപ്പോൾ ഇതാ കുക്കറിൽ നിന്ന് നല്ല പോലെ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട് ഈ സമയം. കണ്ടില്ലേ, നല്ല പോലെ ആവി വന്നിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്ന് അറിയില്ല. നല്ല പോലെ ആവി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഡൗട്ട് ഉള്ളവരാണെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടൂത്ത് പിക്കോ അതില്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. അപ്പോൾ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്, കത്തി ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ വെന്തു എന്നാണ് അർത്ഥം. അപ്പോൾ എനിക്കൊരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളത് കാരണം കറക്റ്റായിട്ട് വേവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു 10 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ കുക്കർ തുറക്കുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കറിൽ നിന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് 10 മിനിറ്റ് കഴിയട്ടെ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കുക്കർ തുറന്ന് നോക്കിയതാണ്. കണ്ടില്ലേ, ഇങ്ങനെ കത്തി വെച്ച് നോക്കുമ്പോൾ നല്ലപോലെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ നമ്മുടെ കലത്തപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് കുക്കറിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഇതാ നമ്മുടെ കലത്തപ്പം ഞാൻ കുക്കറിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് നല്ലപോലെ ചൂടാറിയതിന് ശേഷം. അതുപോലെ തന്നെ നമ്മൾ തൊട്ട് നോക്കിയാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് നമ്മുടെ കലത്തപ്പം കിട്ടിയിരിക്കുന്നത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഞാൻ. അപ്പോൾ നമ്മൾ സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഒട്ടും തന്നെ ചോറൊന്നും ചേർക്കാതെയാണ് ഈ കലത്തപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ചോറ് ചേർത്തിട്ട് പച്ചരി വെച്ചിട്ട് എങ്ങനെയാണ് കലത്തപ്പം ഉണ്ടാക്കുന്നതിന് ഉള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ആരുള്ള കലത്തപ്പമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായി കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇപ്പോൾ ഇതാ ഞാനിതൊന്ന് പൊളിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല ആരോടുകൂടി നല്ല സോഫ്റ്റ്നെസ്സോട് കൂടിയിട്ടാണ് നമ്മുടെ കലത്തപ്പം കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പഞ്ഞി പോലെ ഇരിക്കുന്ന കലത്തപ്പമാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോയ്ക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ടുള്ള കലത്തപ്പമാണ്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അരിപ്പൊടി എടുക്കുമ്പോഴുണ്ടല്ലോ നല്ല ക്വാളിറ്റി അരിപ്പൊടി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള കലത്തപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്